പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഹിച്ച്കോക്ക്, ത്രില്ലർ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന സംവിധായകനാണ് ജിത്തു ജോസഫ്. എന്നാൽ അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രമല്ല, ധാരാളം ബോക്സ് ഓഫീസ് ബോംബുകളും പൊട്ടിച്ചിട്ടുണ്ട്. ആദ്യത്തേത് മിറാഷ്. ആസിഫ് അലിയെയും അപർണ ബാലമുരളിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് 2025 ഈ കൊല്ലം തന്നെ ജിത്തു ജോസഫ് ഇറക്കിവിട്ട ഒരു ട്വിസ്റ്റ് ബോംബായിരുന്നു മിറാഷ്. ഇനി മേലാൽ ട്വിസ്റ്റ് എന്ന ഒരു വാക്ക് പോലും മിണ്ടിപ്പോകരുത് എന്ന് ജിത്തു ജോസഫ് ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞു. ദ ബോഡി മലയാളത്തിൽ പോരാ, ഹിന്ദിയിലും വേണം എന്ന് പറഞ്ഞ് പോയി അദ്ദേഹം ഇമ്രാൻ ഹാഷ്മിയെയും ഋഷി കപൂറിനെയും വേദികയെയും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഹിന്ദിയിലെ ഏറ്റവും വലിയ ഒരു ആറ്റം ബോംബായിരുന്നു ദ ബോഡി. 19 കോടി മുടക്കിയ ഈ പടത്തിന് വെറും 3.5 കോടി മാത്രമാണ് തിരിച്ചു കിട്ടിയത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി. മൈ ബോസിന് ശേഷം അതേപോലെ ദിലീപ് മമത മോഹൻദാസ് കോംബോയെ പോലെ തന്നെ ഒരു കോംബോ വേണമെന്ന് തോന്നിയ അദ്ദേഹം നെപ്പോക്കിഡായ കാളിദാസ് ജയറാമിനെയും നാഷണൽ അവാർഡ് ലോട്ടറി അടിച്ച പോലെ കിട്ടിയ അപർണ ബാലമുരളിയെയും കൊണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി എന്ന ഒരു പാതകം ചെയ്യിച്ചു. പണ്ടത്തെ ചില അനിൽ ബാബു, അലി അക്ബർ സിനിമകളൊക്കെ ഈ അപരാധം വെച്ച് നോക്കുമ്പോൾ എത്രയോ മെച്ചമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ജിത്തു ജോസഫ് നല്ല കഴിവുള്ള സംവിധായകൻ തന്നെയാണ്, അങ്ങനെ അല്ല എന്നല്ല പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ദൃശ്യം 3 ഒക്കെ പോലെയുള്ള മികച്ച സിനിമകൾ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.